എപ്പോഴും നമ്മൾ വടക്കേട്ട് അറപ്പോടെ നോക്കുന്ന ഏതെങ്കിലും ഉത്തരേന്ത്യൻ പഞ്ചായത്തിലല്ല, കേരളത്തിലാണ്. നന്മയുള്ള ലോകമെന്നും ഏതാണ്ട് കരളുറപ്പോടെ കൈകൾ കോർക്കുന്ന കേരളമെന്നൊക്കെ വാഴ്ത്തിപ്പാടി അങ്ങ് മണ്ടക്കയറ്റി വെച്ചിരിക്കുന്ന നാട്ടിലാണ്, വയനാട്ടിലാണ്. വൈത്തിരിക്കും ലക്കിടിക്കും ഇടയ്ക്ക് ഒരു കുന്നിൻ മുകളിലെ കോളേജിലാണ് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട മനുഷ്യരായി പിറന്നവരുടെ നട്ടലിലൂടെ ഒരു കൊള്ളിയാൻ പായുന്ന ആൾക്കൂട്ട വിചാരണയിൽ കൊലയ്ക്കു കൊടുത്ത നിഷ്ഠൂര വാർത്ത. അങ്ങ് കാടും മേടും നടന്ന ചിത്രങ്ങൾ പകർത്തി വർണ്ണങ്ങൾ നിറഞ്ഞ സ്വപ്നങ്ങളിൽ എല്ലാവരോടും ചിരിച്ചു മാത്രം മിണ്ടുന്ന 22-കാരൻ അമ്മയുടെ പൊന്നോമന പുത്രൻ പൂക്കോട്ടിലേക്ക് തീവണ്ടി കയറുമ്പോൾ ട്രാവൽ ബാഗിൽ നിറച്ചത് പ്രതീക്ഷകളാണ്. പൂക്കുല ചിതറും പോലെ ആ പ്രതീക്ഷകളെ നാനാവിധമാക്കി നാഭിയും നട്ടല്ലും ചവിട്ടിക്കൂട്ടി ഒടുവിൽ മൂക്കത്ത് പഞ്ഞിയും വെച്ചൊരു വെള്ളത്തുണിയിൽ പുതപ്പിച്ച് വീട്ടിലേക്ക് എടുത്തപ്പോൾ അടങ്ങിയതാണ് ക്യാമ്പസ് എന്ന വിളിപ്പേരുള്ള അധോ സംഘത്തിന്റെ അംഗക്കലി. അവിടെ മനുഷ്യത്വമെന്ന വാക്കു തീണ്ടാത്ത ക്ഷുദ്രജീവി പ്രതിപട്ടികയിൽ മുന്നിൽ കൊടിയും പിടിച്ചു നിൽപ്പാണ് SFIക്ക് മൃഗീയാധിപത്യമുള്ള ക്യാമ്പസിലെ സംഘടനാ സെക്രട്ടറി, SFI യൂണിയന്റെ അധ്യക്ഷൻ, യൂണിയൻ അംഗം, പ്രവർത്തകർ. ആ കലാലയത്തിലെ സംഘടനാ നേതൃത്വം കട്ടച്ചോരയിൽ കൈമുക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് പി രാജീവിന്റെയും ആർഷോയുടെയും വചനപ്രഘോഷണം. SFIക്ക് പങ്കില്ല. ഒന്നല്ല, മാരകമർദ്ദനം 3 നാളാണ്. ക്യാമ്പസിലിട്ട് ചതച്ചത് പോരാഞ്ഞ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തിട്ട് 100 പ്രതികരണശേഷി ചത്തുപോയ പിള്ളേരുടെ മുന്നിൽ വിവസ്ത്രനാക്കി ബെൽറ്റുകൾ പൊട്ടിത്തീരും വരെ നരമേധമാ സംഘടനയുടെ ഒരു കമ്മിറ്റിയും അറിഞ്ഞില്ലെങ്കിൽ ആർഷോ താങ്കളുടെ സംഘടനയാണ് ആ കൊലയ്ക്കുകൊടുപ്പിൽ 1-ാം പ്രതി. അവരെയും പഴിക്കണ്ട. അന്ന് കയ്യിൽ കിട്ടിയ കമ്പും കുറുവടിയും ഹെൽമറ്റുമായി പ്രതിഷേധക്കാരുടെ മണ്ടയടിച്ചു കയറിയ ഗുണ്ടാ സംഘത്തിന് രക്ഷാദൗത്യ പട്ടവും സംരക്ഷണ ഭിത്തിയും ഒരുക്കിയ മൂപ്പനാണ് മാതൃകയെങ്കിൽ സൈബർ ലിഞ്ചിങ്ങും വ്യക്തിഹത്യയും ശീലമാക്കിയ സൈബർ വെമ്പാലക്കൂട്ടമാണ് വഴികാട്ടികളെങ്കിൽ എന്ത് സ്വാതന്ത്ര്യം, എന്ത് ജനാധിപത്യം, എന്ത് സോഷ്യലിസം? ആ മുദ്രാവാക്യം പൂക്കോട്ട് കൊണ്ട് ഉപ്പിലിട്ട് വെക്കാർഷോ. സമാനതകളില്ലാത്ത സംഭവം നടന്ന മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ മാത്രം 10-ാം നാളാണ് സമ്മർദ്ദത്തിൽ പ്രധാന പ്രതി പിടിയിലായതെങ്കിൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയും മട്ടിൽ അക്ഷരം തെറ്റാതെ സംശയിക്കണം, രാഷ്ട്രീയ സംരക്ഷണം. അത്രയും ദിവസങ്ങൾ ആ കോളേജിലെ ഡീനും ആ കോളേജിലെ സാറന്മാരും ആരുമാരും ആ ചിത്രവധം അറിയുന്നില്ലെങ്കിൽ, വാങ്ങുന്ന കനപ്പെട്ട ശമ്പളത്തിന് കുട്ടികളുടെ സംരക്ഷണം പോലും നൽകാൻ കെൽപ്പില്ലെങ്കിൽ, അധ്യാപക വേഷമൂരിയ ചുരത്തിന് താഴേക്കെറിഞ്ഞ് സാറന്മാരെ ഇറങ്ങി വീട്ടിപ്പോ. ഒരു പരമസാധു പയ്യനെ കാലം കൂട്ടം ഇടിച്ചു കൊലയ്ക്ക് കൊടുത്ത വാർത്ത മനസാക്ഷിക്ക് നീറ്റലാകുമ്പോഴും അന്ന് രോഹിത് വിമലയ്ക്ക് വേണ്ടി കൂട്ടമായി കണ്ണീരൊഴുക്കിയ സെലക്റ്റീവ് ഡിമെൻഷ്യ ബാധിച്ച ആസ്ഥാന ബുദ്ധിജീവി കേന്ദ്രങ്ങളിൽ മഹാമൗനമാണ്. ഇനിയും കിട്ടാനുള്ള അക്കാദമിക് കസേരകൾ, പതക്കഭാരങ്ങൾ സ്വപ്നം കണ്ട് കരിമ്പടം വലിച്ചു കയറ്റിയ ഉറക്കത്തിലാണ് സാംസ്കാരിക ലോകം. ഇങ്ങനെ വാലാട്ടി നിൽക്കാൻ, വായിൽ പഴം തിരികെ അങ്ങ് പൂതലിച്ചു നിൽക്കാൻ നാണമുണ്ടോ നായകരെ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിന് അമ്മ ഷീബ, അമ്മാവൻ ജ്യോതി, അമ്മാവൻ M. ഷിബു, വാർഡ് കൗൺസിലർ ശ്രീ ജ്യോതിഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ശ്രീമ്മൻ കാരശ്ശേരി എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം നമ്മുടെ ആ ക്യാമ്പസിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ ക്യാമ്പസിൽ SFIയുടെ മൃഗീയാധിപത്യമുള്ള ഒരു ക്യാമ്പസാണെന്ന് പറയുമ്പോൾ പോലും അവിടെ കേസ് ഉണ്ടാവാതിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ ABVP ഉണ്ടാവാതിരിക്കില്ലോ, ഒരു 5-6 പേരെങ്കിലും ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ പോട്ടെ, ഈ പറയുന്ന കോളേജിന് പുറത്ത് ഇവരൊക്കെ ഉണ്ടല്ലോ. ഇക്കാലം അത്രയും അവർക്ക് ഒരു പ്രതിഷേധവും കണ്ടില്ല, ഒന്നും കണ്ടില്ല. വൈകിയാണെങ്കിലും പ്രതിഷേധിക്കുന്നു. പോട്ടെ, സിദ്ധാർത്ഥിന് നീതി കിട്ടും മട്ടിൽ ആ പ്രതിഷേധത്തെ ഒരു പ്രതിഷേധ രൂപമാക്കി മാറ്റാൻ ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് കഴിയുന്നുണ്ടോ? എന്താണ് അവിടെ നടക്കുന്നത്? അരുൺ. ഹാഷ്മി, സിദ്ധാർത്ഥിന്റെ കൊലപാതകം നടന്നത്, അതായത് സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ നടന്നത് മുതൽ തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സമരരംഗത്തുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ ആരും തന്നെ, ക്യാമ്പസിൽ പഠിക്കുന്ന സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ ആരും തന്നെ ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അത് എടുത്തു പറയേണ്ട കാര്യം, ഈ ക്യാമ്പസിനകത്തെ അധ്യാപകരുൾപ്പെടെ, ഡീൻ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇവരുടെ സീനിയർ വിദ്യാർത്ഥികൾ, ഈ സിൻജോ ജോൺസൺ ഉൾപ്പെടെയുള്ള സീനിയർ വിദ്യാർത്ഥികൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്യാർത്ഥികൾ ഒരു കാര്യം, അതായത് സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റ വിവരവും മറ്റു കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയാതിരുന്നതെന്നാണ് പോലീസും നൽകുന്ന വിവരം. എന്തായാലും ക്രൂരമായ മർദ്ദനം ഏറ്റിരിക്കുന്നു സിദ്ധാർത്ഥിന് എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പോലീസിന്റെ ഈ അറസ്റ്റിലായ 7 പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഇക്കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നിലവിൽ ക്യാമ്പസിന് പുറത്താണ് ഞാനുള്ളത്, അതായത് വെറ്റിനറി സർവകലാശാലയ്ക്ക് പുറത്ത് റോട്ടിലാണ്. ആ റോട്ടിൽ ഇപ്പോൾ ABVPയും KSUവും സമരം ഏറ്റെടുത്തു കഴിഞ്ഞു. ABVP 24 മണിക്കൂർ അനിശ്ചിത ഉപവാസ സമരമാണ് നടത്തുന്നത്. തൊട്ടപ്പുറത്ത് KSUവിന്റെ സമരപ്പന്തലുണ്ട്. KSU അനിശ്ചിതകാല നിരാഹാര സമരവുമായി രംഗത്തുണ്ട്. നാളെ മുതൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും KSUവിന്റെ സമരം ആരംഭിക്കുകയാണ്. പന്തംകുളത്ത് പ്രതിഷേധമാണ് നാളെയുള്ളത്. 4-ാം തീയതി സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വെറ്റിനറി സർവകലാശാലയ്ക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ABVP ആകട്ടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ
സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കളെയും കൊണ്ട് സമരമിരിക്കാനാണ് ABVP തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ രാത്രിയിലും ഈ സിദ്ധാർത്ഥിന് നീതി പുരോഗമിക്കട്ടെ. 24 മണിക്കൂറാണ് ഈ രാത്രി, സമരത്തിന്റെ രാത്രി ആവട്ടെ അവിടെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ വാർത്ത നമ്മുടെ റിപ്പോർട്ടർ MG പ്രതീഷാണ് ഈ വാർത്ത ആദ്യം പുറത്തേക്ക്. ഇതിന്റെ വീട്ടുകാരുടെ സംശയത്തിലേക്ക്, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നടന്ന ദേഹമാസകലമുള്ള കൊടിയ മർദ്ദനങ്ങളുടെ പാട്ടിലേക്കൊക്കെ വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നത് നമ്മുടെ റിപ്പോർട്ടർ MG പ്രതീഷാണ്. അതിൽ MG പ്രതീഷിന് ആദ്യം അഭിനന്ദനം. വാർത്ത എന്നോ കൊടുത്തതാണ്. ഈ പറയുന്ന ദിവസങ്ങളിൽ അത്രയും പിന്നീട് അന്ന് ആദ്യം അത് ആത്മഹത്യ എന്ന് പറഞ്ഞ പത്രങ്ങൾ പിന്നീട് ഏറ്റെടുക്കും, പിന്നീട് മറ്റു ചാനൽ ഏറ്റെടുക്കുകയും ചെയ്തിട്ട് ഇത്ര ദിവസങ്ങളായിട്ടും ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനാ നേതൃത്വമൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇന്നത് വലിയ വാർത്തയാകുമ്പോൾ മാത്രമാണ് അവർക്ക് സമരം ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ കഷ്ടം എന്നേ പറയാനുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഇന്ന് രാത്രി നടക്കുന്ന സമരത്തെ ഏതെങ്കിലും തരത്തിൽ നിരുത്സാഹപ്പെടുന്നതല്ല. വൈകിയാണെങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ, സമരം നടക്കട്ടെ അവിടെ. ശ്രീ ഷിബു, സിദ്ധാർത്ഥ് കോളേജിൽ നിന്ന് ഇറങ്ങിയതാണ്, അവിടെ എന്തോ പ്രശ്നമുണ്ടാകുമ്പോൾ ഇറങ്ങിയതാണ്. അവൻ ഒരുപക്ഷെ സംശയിച്ചിട്ടുണ്ടാകണം, ആ ക്യാമ്പസിനെ പറ്റി നന്നായി അറിയാവുന്ന, അവിടുത്തെ ഈ വേട്ടക്കൂട്ടങ്ങളെ പറ്റി നന്നായി അറിയാവുന്ന ആളാകും. 2ാം വർഷ വിദ്യാർത്ഥിയാണ്, അപ്പോൾ അറിയാം അവിടുത്തെ കാര്യം. അപ്പോൾ ഒരുത്തൻ അല്ലെ എന്തോ രഹൻ ബിനോയ് വിളിച്ച് എന്തോ പേടിപ്പിച്ച് തിരിച്ച് കോളേജിൽ എത്തിച്ചു. പിന്നെയാണ് 3 നാൾ നീളുന്ന നരക ജീവിതം, ഒടുവിൽ ഒരു കൊലക്കയർ സമ്മാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായൊരു ഗൂഢാലോചന അതിലുണ്ട്. അതിലേക്ക് അന്വേഷണം പോകണം. ഷിബു, തീർച്ചയായും സർ, തീർച്ചയായും. കാരണം സിദ്ധാർത്ഥന് ആ കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. അവിടെ SFI ചേട്ടന്മാരുണ്ടെന്നും അതിന് അവർ വിധിക്കുന്ന വിധി, അവർ നടപ്പിലാക്കുന്ന അവരുടെ കോടതിയിൽ വിധിക്കുന്ന വിധി ക്രൂരമായിരിക്കുമെന്നും അവൻ അറിയാം. കാരണം ആ കാര്യങ്ങൾ അവൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതായിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവന് പറ്റിയിട്ടല്ല, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് അവൻ അറിയാം. പക്ഷേ ഈ കാര്യത്തിൽ അവന് യഥാർത്ഥത്തിൽ അവന് ഇതൊരു കുരുക്കലാണ് സംഭവിച്ചത്. കാരണം ഇത് 14-ാം തീയതിയുള്ള വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഏതോ ഒരു സീനിയർ കുട്ടിയായിട്ട് ഡാൻസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കുട്ടികൾ യവനെ അധിക്ഷേപിക്കുകയും യവൻ എന്തോ തെറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ അതിനെ വരുത്തി തീർക്കുകയും അത് യവനെ നിരന്തരം പേടിപ്പിച്ചു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത് കൂടുതലായിട്ടും യവൻ്റെ ക്ലാസ്മേറ്റും ബാച്ച്മേറ്റും ആയ കുട്ടികളും സീനിയേഴ്സുമാണ്. യവനെ ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ കോളേജിൽ നിന്നും പുറത്താക്കുമെന്നും ഇത് നിനക്ക് പെണ്ണ് കേസാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞു യവനെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചു. ട്രെയിനിൽ കയറി ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ട സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുന്നത് ഇതുപോലെ എന്തോ പെണ്ണ് കേസിൽ പെടുത്തുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വിളിച്ചു വരുത്താൻ തോന്നുന്നു. ഷിബു, അത് പേടിപ്പിച്ചായിരിക്കണം സാർ, തീർച്ചയായും സാർ, തീർച്ചയായും. കാരണം സിദ്ധാർത്ഥൻ ഈ വിഷയത്തിൽ ഇൻവോൾവ് ആയെന്നാൽ അതൊരു വിഷയമല്ല. സ്വാഭാവികമായിട്ട് രണ്ടുപേര് ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ സ്വാഭാവികമായിട്ട് പിടിക്കും. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ റഹാനോ അൽത്താഫിനോ മറ്റേ അവൻ്റെ വേറൊരു കുട്ടിയുണ്ട്, അവൻ്റെ 4 പേരുണ്ട് അവൻ്റെ ക്ലാസ്സിലുള്ളതിൻ്റെ. യവന്മാരുടെ കണ്ണിൽ യവന് കൂടുതൽ സ്വീകാര്യത ഈ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുന്നു, സീനിയേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നു, അവൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുന്നു. ഇതെല്ലാം യവരിലുണ്ടാവുന്ന അസൂയയാണ്. ഇതോടൊപ്പം തന്നെ കോളേജിൽ ഈ ഒരു വിഷയം സീനിയേഴ്സിന്റെ കണ്ണിലും കരടായിട്ട് മാറുന്നു. അവർ SFI യൂണിറ്റുകാരാണ്, അവർക്കും ഇതൊരു കരടായിട്ട് മാറുകയും ഇതെല്ലാം കൂടെ മുതലാക്കി യവനെ അതിൽ പെടുത്തി രാവിലെ 15-ാം തീയതി തന്നെ യവനെ മർദ്ദിക്കുന്നു. 14-ാം തീയതിയും 15-ാം തീയതിയും. ഇതിൽ റഹാന്റെ റോൾ എന്ന് പറഞ്ഞാൽ യവനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. റഹാൻ ഇത്രയും കൊച്ചു കുട്ടിയെ പോലെ ഇരിക്കുന്നുവെങ്കിലും അവൻ വളരെ ബുദ്ധിപൂർവ്വം കളിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അമ്മയുടെ അടുത്ത് പറയുന്നു, അമ്മ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവാണ്, ഞാൻ നാളെ മറ്റന്നാൾ സ്പോർട്സ് ഡേ നിൽക്കുന്നില്ല, ഞാൻ വീട്ടിലോട്ട് വരുന്നു എന്ന് പെട്ടെന്ന് പറയുകയും പൈസ വീട്ടിൽ നിന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അവൾ 500 രൂപ അയച്ചു കൊടുക്കുന്നു. അവൻ തിരിച്ച കുട്ടിയെ യവൻ കള്ളം പറഞ്ഞ് തിരിച്ചു വിളിച്ചത് തീർച്ചയായിട്ടും മാത്രമാണ്. ഞാനും ഒരു ഹോസ്റ്റലിൽ പഠിച്ച ആളാണ്. ഹോസ്റ്റലിൽ എൻ്റെ PG വിദ്യാഭ്യാസം മുഴുവൻ ഞാൻ അവിടെ പഠിച്ച ആളാണ്. ശ്രീ ഷിബു ഇവിടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഹോസ്റ്റലിലെ 10-30 കുട്ടികൾ നോക്കി നിൽക്കെ ബെൽറ്റുകൾ പൊട്ടുമാറ്, അല്ലെങ്കിൽ ഒരു ബെൽറ്റ് അടിച്ചടിച്ച് ആ ബെൽറ്റ് പൊട്ടി അടുത്ത ബെൽറ്റ് എടുക്കുന്നു, വയറിട്ട് കയ്യിലും കാലിലും കെട്ടുന്നു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ഒരു മൃഗം അങ്ങനെ ചെയ്യില്ല. അത്രത്തോളം പൈശാചികമായി മനുഷ്യത്വം തീണ്ടാത്ത രീതിയിൽ ചവിട്ടലും നടുവിനും പുറത്തും ഒക്കെ ചവിട്ടുമ്പോഴും ഈ 130 കൂട്ടങ്ങളിൽ ഒരുത്തൻ പോലും ഇറങ്ങി വന്ന് ചെയ്യരുത് എന്ന് പറയാൻ തയ്യാറാവാത്ത എന്താണ് ഷിബു? അവരും പ്രതികളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടു നിന്ന് അവരും പ്രതികളാണ്. സാർ അവിടുത്തെ രാഷ്ട്രീയ അതെ സാർ, അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. 130 പേരും പ്രതികളാണ് യഥാർത്ഥത്തിൽ.
ആരെ ഭയക്കുന്നു ഇവര്? അവിടെ ഒരു SFI യൂണിറ്റ് ഉണ്ടെങ്കിൽ അവരെ ഭയക്കുന്നുവെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഈ കോളേജിലെ ഉദ്യോഗസ്ഥരല്ലേ ഇവരെ വളരാൻ അനുവദിച്ചത്. അപ്പൊ ഇതിലുള്ള കുട്ടികൾ 130 പേർ നോക്കി നിൽക്കുക, 2 ബെൽറ്റ് മുറിയുന്ന സമയം വരെ അവനെ പൈശാചികമായി അടിക്കുകയും കസേരയിലിരുത്തി കൈയും കെട്ടിയിട്ട് ചവിട്ടി തള്ളിയിടുന്നതും തലയിൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് തലയുടെ ബാക്ക് പൊട്ടിക്കുന്നതും കവിളിൽ അടിച്ച് പൊട്ടിക്കുന്നതും ഇതൊക്കെ ആരാണ് നോയിക്കൊണ്ടിരിക്കുക? ഇതിലുള്ള ഒരു കുട്ടിക്കെങ്കിലും പ്രതികരിക്കണ്ടേ സാർ? അല്ലെങ്കിൽ അവൻ്റെ അടുത്ത ബന്ധുക്കൾ എന്ന് കൂട്ടുകാരെന്ന് പറയുന്നത് ക്ലാസ്മേറ്റ്, അവൻ്റെ കൂടെ കിടക്കുന്നവർ, അവർക്ക് അവൻ്റെ അമ്മയുടെ നമ്പർ ഉണ്ടല്ലോ, ആൻറ്റി ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ ആരാണ് അറിയാൻ പോകുന്നത്? അപ്പോൾ ഇവർക്കെല്ലാവർക്കും സിദ്ധാർത്ഥനെ ഒഴിവാക്കണമെന്ന് ഈ കൂട്ടുകാരന്മാർക്ക് വേണമായിരുന്നു. അതിന് തെളിവാണ് 5 പേർ അവൻ്റെ ക്ലാസ്സിൽ നിന്നും അവന് ഈ പ്രതി പട്ടികയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് SFI എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ പേടി കുട്ടികളിലുണ്ട് എങ്കിൽ പോലും അവരും ആഗ്രഹിച്ചിരുന്നു യവനെ ഒഴിവാക്കുക എന്നുള്ളത്. അതാണ് ആരും പ്രതികരിക്കാത്തത്. പിന്നെ രണ്ടാമത് യവനെ ഇത്രയും മർദ്ദിക്കുമ്പോൾ നമുക്കും ഇത് പറ്റിപ്പോകുമെന്നുള്ള പേടിയും അവരിലുണ്ട്. അതും എടുത്തു പറയത്തക്ക കാര്യമാണ്. കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഹസാൻ അടക്കം കേസിലെ 11 പ്രതികൾ ഒളിവിലാണ്. ശ്രീമൻ കാരശ്ശേരി, ഇത് ഇന്നാണ് കേട്ടോ ഒരു പോലീസ് അനക്കം ഉണ്ടാകുന്നു, മുഖ്യമന്ത്രി ഇടപെടലൊക്കെ ഇന്നാണ്. എപ്പോഴാണ് അത്? നമ്മുടെ MG പ്രതീഷിന്റെ വാർത്തയെ തുടർന്ന് ആ വാർത്ത എങ്ങനെ കത്തി കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമാകുമ്പോഴാണ് പോലീസ് അങ്ങനെ ഉണർന്നങ്ങ് എഴുന്നേക്കുന്നത്. ശ്രീമൻ കാരശ്ശേരി, ഈ ദിവസം ഇത്രയും ദിവസമായിട്ടും പ്രധാന പ്രതി പിടിയിലാവുന്നത് ഇന്നാണെങ്കിൽ, ഈ ഹോസ്റ്റലിലെ 130 കുട്ടികളിൽ ഒരാൾക്ക് പോലും പുറത്തു മിണ്ടാൻ ധൈര്യമില്ലെങ്കിൽ, ആ കോളേജിലെ അവൻ്റെ ക്യാമ്പസിൽ അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് മിണ്ടാൻ ധൈര്യമില്ലെങ്കിൽ, അധ്യാപകർക്ക് മിണ്ടാൻ ധൈര്യമില്ലെങ്കിൽ, ആ പേടി ഫാക്ടറായി നിൽക്കുന്നത് സംഘടനാബലമാണ്. ശ്രീമൻ കാരശ്ശേരി, ഹാഷ്മി, ഞാൻ ആദ്യം ഈ വാർത്ത അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ പുറത്തു കൊണ്ടുവന്ന നിങ്ങളുടെ 24 ന്യൂസ് എന്നുള്ള ചാനലിനെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും വേണ്ടി അനുമോദിക്കുന്നു. പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഐൻസ്റ്റൈൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ലോകം നശിക്കുക അധർമ്മചാരികൾ കാണിക്കുന്ന അധർമ്മം കൊണ്ടല്ല, ആ അധർമ്മം കണ്ട് മിണ്ടാതിരിക്കുന്ന മറ്റുള്ളവരുടെ മൗനം കൊണ്ടാണ്. ഈ നിർഭാഗ്യവാനായ സിദ്ധാർത്ഥ് എന്ന കുട്ടിയുടെ സഹപാഠികൾ, അയാളുടെ ഹോസ്റ്റൽ മേറ്റ്സ്, അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ ജീവനക്കാർ, ഇവരൊക്കെ അക്രമം കണ്ട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് എന്തിനാണ് ഇവർ പഠിക്കുന്നത്? എനിക്കിത് വളരെ ലജ്ജ തോന്നുന്നു. കാരണം 34 കൊല്ലം അധ്യാപകനായിരുന്ന ഒരാളാണ് ഞാൻ. ക്യാമ്പസിൽ കുട്ടികൾ തമ്മിൽ തർക്കം ഉണ്ടാവും, അക്രമം ഉണ്ടാവും. അവർ ചെറിയ പ്രായമാണ്, അത് ഒരു ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ അക്രമം ലോകത്തുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും അത് മൗനമായി അത് അനുവദിക്കുക, മിണ്ടാതിരിക്കുക, കണ്ടില്ല എന്നടിക്കുക. എന്നിട്ട് പിന്നെ ഇത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന മാതിരി അധ്യാപകരും കോളേജ് അധികാരികളും പെരുമാറുക. ക്യാമ്പസ് മുഴുവൻ അതിൻ്റെ കൂടെ മൗനം കൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കുക. എന്ത് വിചിത്രമാണ്! അപ്പോൾ ഇത്രയധികം നവമാധ്യമങ്ങൾ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ, എല്ലാവർക്കും വാട്സപ്പിലും ഫേസ്ബുക്കിലും അക്കൗണ്ട്. അതൊരു മിനിറ്റ് കൊണ്ട് പുറം ലോകത്ത് എത്തിക്കാൻ ആർക്കും സാധിക്കും. അതിനൊരു ചാനൽ വേണ്ട, അത് അവിടുത്തെ ഒരു വിദ്യാർത്ഥി മതി. അപ്പോൾ ഇത്ര ഭീരുക്കളായിപ്പോയി നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പിന്നെ എന്തിനാണ് വിദ്യാർത്ഥി യൂണിയൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്ത്യയിലെ വിദ്യാർത്ഥി യൂണിയൻ ഗാന്ധി ജനിക്കുന്നതിൻ്റെ 41 കൊല്ലം മുമ്പ് തുടങ്ങി. 1828 കൽക്കട്ടയിൽ ആദ്യമായി അക്കാഡമിക് അസോസിയേറ്റ്സ് എന്ന വിദ്യാർത്ഥി സംഘടന രൂപം കൊള്ളുന്നത്. പിന്നെ നമുക്കറിയാം 1942 അങ്ങനെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് കാലത്തൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം തന്നെ ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പുറത്തു വന്ന ആളുകളാണ് നമ്മുടെ നേതാക്കന്മാർ. ഇപ്പോൾ AK ആൻ്റണി, അല്ലെങ്കിൽ മരിച്ചുപോയ ഉമ്മൻചാണ്ടി, അല്ലെങ്കിൽ വയലാർ രവി, ഇപ്പോൾ ഉള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അല്ലെങ്കിൽ നമ്മുടെ KPC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ, അവരൊക്കെ എന്താണ് ബ്രണ്ണൻ കോളേജിൽ പരസ്പരം കാണിച്ച അക്രമങ്ങൾ മേനിയായിട്ട് പറയുന്ന കൂട്ടരാണ്. അപ്പം നമ്മൾ വിദ്യാർത്ഥികളിൽ നീതിബോധം ഉണ്ടാക്കാൻ വേണ്ടി, സാമൂഹ്യബോധം ഉണ്ടാക്കാൻ വേണ്ടി
രാഷ്ട്രീയമായ അവബോധം വളർത്താൻ വേണ്ടി ആണ് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാണ് നമ്മൾ സങ്കല്പിച്ചത്. അപ്പോൾ ഗാന്ധിയെ പോലുള്ള ആളുകളൊക്കെ അതിനെ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് അഹിംസാനിഷ്ഠമായ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയ്ക്കാണ് അതൊക്കെ വന്നത്. ഇപ്പോൾ അക്രമങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ വകയിൽ ആദ്യമായി ഒരു കൊലപാതകം നടക്കുന്നത് ഞങ്ങളൊക്കെ MA പഠിക്കുമ്പോൾ 1974 ബ്രണ്ണൻ കോളേജിൽ. അപ്പോൾ അവസാന കാലത്തുള്ള വളരെ ശ്രദ്ധേയമായ ഒന്ന് 2018 മഹാരാജസിൽ അഭിമന്യുവിൻ്റെ കൊലപാതകം. ഇതുപോലെ പട്ടാമ്പി കോളേജിൽ, പല കോളേജിലും അതിലിപ്പോൾ ഏറിയോ കുറഞ്ഞോ അളവിൽ ABVP-യോ KSO SFI ഒക്കെ അതിൽ പ്രതികളാണ്, ഓരോരോ കാലത്ത് മാറിയിട്ട്. പക്ഷേ ഇവിടെ നടന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ആസൂത്രിതമായി ചെയ്ത മാതിരി ക്രമത്തിൽ ആലോചിച്ച് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക, കൂടെ പഠിക്കുന്ന ഒരാൾ. അപ്പോൾ എന്നിട്ട് അത് മറ്റുള്ളവർ മുഴുവൻ അത് മൗനം കൊണ്ട് അനുവദിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. 10 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവർക്ക് സംരക്ഷണമുണ്ട് എന്ന് തന്നെയാണ്. കേൾക്കുമ്പോൾ പേടിയാവുകയാണ് മാഷ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാഷിൻ്റെ കാലത്തെ സംഘടനാ പ്രവർത്തനം ഒരു പരിധിവരെ എൻ്റെ കാലത്ത്, ഞാൻ പഠിച്ചിരുന്ന കാലത്തെ പോലും ഇങ്ങനെ മര്യാദകൾ കണ്ടാൽ നിർത്തറ എന്ന് പറയാൻ ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തനം ഉണ്ടാവും ഇവിടെ. ഇതാ സംഘടനാ പ്രവർത്തകരും അതിൻ്റെ നേതൃത്വവും എന്ന് പറഞ്ഞാൽ അവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, അവിടുത്തെ SFI നയിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ്, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ഈ പറയുന്ന വൃത്തികേടുകൾക്ക് നേതൃത്വം നൽകിയ എന്താണ് അവസ്ഥ? ഞാൻ എത്താം ശ്രീ എമ്മൻ കാരശ്ശേരി. ശ്രീ എന്താണ് അവിടുത്തെ വാർഡ് മെമ്പർ ശ്രീ ജ്യോതിഷ് കുമാർ കൂടി ചേർന്നു. ശ്രീ ജ്യോതിഷ് കുമാർ, 16 വൈകിട്ട് ക്രൂരമായ മർദ്ദനം, 3 മണിക്കൂർ തുടർച്ചയായ മർദ്ദനം, ബെൽറ്റും ആയുധങ്ങളും ഉപയോഗിച്ച് വട്ടമിട്ട് ഒരു മനുഷ്യനെ എന്താണ് ഇഞ്ചപ്പരുവത്തിൽ ചതയ്ക്കാവുന്നതിൻ്റെ പരമാവധി മർദ്ദനം, പിന്നെയും മർദ്ദനം, 17 റൂമിൽ പൂട്ടിയിട്ട് നിരീക്ഷിക്കുന്നു. ഇവന് വല്ല പ്രശ്നമുണ്ടോ, സിദ്ധാർത്ഥന് വല്ല പ്രശ്നമുണ്ടോ എന്ന് റൂമിൽ പൂട്ടിയിട്ട് നിരീക്ഷിക്കുന്നു. ഇത് ആ കോളേജിൽ ആരും അറിയുന്നില്ല, ആ കോളേജിലെ അധ്യാപകർ അറിയുന്നില്ല, ആ കോളേജിലെ ഡീൻ അറിയുന്നില്ല, ബന്ധപ്പെട്ട ആരും അറിയുന്നില്ല. അത് അവിശ്വസനീയമാണ് ജ്യോതിഷ് കുമാർ. ആശ്മി പറഞ്ഞതിനകത്ത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിയെ 2 ദിവസം ഈ കോളേജിൻ്റെ ക്യാമ്പസിലിട്ട് മർദ്ദിക്കുന്ന വിവരം കോളേജിലെ വാർഡനും ഡീനും എഡ്യൂക്കേഷൻ അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി അറിഞ്ഞതാണ് എന്ന് അവരുടെ ഇടപെടലിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ, ഈ വിദ്യാർത്ഥി കോളേജിൻ്റെ മറ്റു ഒട്ടേറെ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ വാർഡിലെ ജനപ്രതിനിധി നിലക്ക് നേരിൽ കാണാൻ ഇടയായിട്ടുണ്ട്. കോളേജിൽ തന്നെ പൊതുപരിപാടികളിലൊക്കെ ഫോട്ടോഗ്രാഫറായും പല രീതിയിലും ഈ ചെറുപ്പക്കാരനെ കാണാൻ ഇടയായിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ്റെ മരണം അറിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും 108 ആംബുലൻസിലാണ് ഈ കുട്ടിയുടെ ബോഡിയുമായി ആംബുലൻസ് പോയത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ സിദ്ധാർത്ഥനെ, ഞാൻ മനസ്സിലാക്കുന്ന ഡീൻ അടക്കം എത്തിയാണ് സിദ്ധാർത്ഥനെ അവിടെ നിന്ന് അയച്ചിറക്കുന്നത് അല്ലേ? ഇന്ന് വീട്ടിൽ അറിയിച്ചോ? അവരപ്പോൾ വീട്ടിൽ അറിയിച്ചോ ശ്രീ ജ്യോതിഷ് കുമാർ? അതെ, ഞാൻ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തുമ്പോൾ ഡീന് വൈത്തിരി താലൂക്ക് ആശുപത്രിയിലുണ്ട്. ഞാൻ ഡീനോട് ചോദിക്കുകയാണ്, സാർ ഈ മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് വിവരം അറിയിച്ചോ എന്ന്. അപ്പോൾ ഡീൻ എന്നോട് പറയുന്നത്, ഇതിൻ്റെ മുൻപ് ഇവിടെ വെച്ചൊരു വാഹന അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിരുന്നു, ആ വിവരം യഥാസമയം അറിയിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടിയുടെ മാതാവ് ആത്മഹത്യ ചെയ്തത്. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ നേരിട്ട് വിവരം അറിയിച്ചു മെമ്പറെ എന്ന് എൻ്റെ അടുത്ത് ഡീൻ പറയുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ കോളേജിലെ ഒരു സീനിയർ വിദ്യാർത്ഥിയാണ് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ വിവരം പറയുന്നതെന്ന് മനസ്സിലാക്കിയത്. അത് മാത്രമല്ല, താലൂക്ക് ആശുപത്രി പരിസരത്ത് വെച്ച് ഡീനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ SFI എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ വിദ്യാർത്ഥി സമൂഹം വലിയൊരു കൂട്ടമായി അവിടെ നിൽക്കുകയും ആ കൂട്ടത്തിലേക്ക് CPMൻ്റെ വൈത്തിരി ഏരിയ സെക്രട്ടറി യൂസഫ് നടന്നു വരികയും ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ നിൽക്കുമ്പോൾ യൂസഫും SFI വിദ്യാർത്ഥികളും തമ്മിൽ എന്തോ ഒന്ന് സംസാരിക്കുകയും വളരെ വേഗത്തിൽ CPMൻ്റെ ഏരിയ സെക്രട്ടറി നടന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നടന്നു പോകുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്താ യൂസഫെ നടന്നു പോകുമെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, പിന്നെ കാണാമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് യൂസഫ് എന്ന് പറയുന്ന CPMൻ്റെ ഏരിയ സെക്രട്ടറിയോട് അവിടെ കൂടിയിരുന്ന വിദ്യാർത്ഥികൾ
അവർ ചെയ്ത ക്രൂരതയെപ്പറ്റി വിവരിച്ചുണ്ടാകുമെന്ന നിലക്കാണ്. പൊതുപ്രവർത്തക നിലക്ക് ആ വിവരം അറിഞ്ഞിട്ട് പോലും പുറത്ത് പറയാതിരുന്നതും, ഡീൻ പറയാതിരുന്നതും, അവിടുത്തെ വാർഡൻ പറയാതിരുന്നതും, അവിടുത്തെ എഡ്യൂക്കേഷൻ അധ്യാപകൻ പറയാതിരിക്കുന്നതിൻ്റെ പിന്നിൽ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയെ SFIയെ പരിപൂർണമായും സഹായിക്കുക എന്ന് പറയുന്ന ജ്യോതിഷ് കുമാർ ഇവിടെ 16-ാം തീയതി 17-ാം തീയതി പീഡനം ഉണ്ടാകുന്നു, 18-ാം തീയതി സംഭവം ഉണ്ടാകുന്നു, 19-ാം തീയതി നിങ്ങളടക്കമുള്ളവരെങ്കിലും അറിയുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ 29-ാം തീയതിയാണ്. ഇതിലെ പ്രധാന പ്രതി അഖിൽ എന്ന് പറയുന്നവൻ പിടിയിലായിരുന്നു 29-ാം തീയതി, 10 ദിവസം കഴിയുമ്പോൾ. അപ്പോഴും 11 പ്രധാന പ്രതികൾ ഇപ്പോഴും പുറത്തു നിൽക്കലാണ്. കേസ് ഒതുക്കി തീർക്കാൻ ഗൂഢാലോചനയുണ്ടപ്പോ ജ്യോതിഷ് കുമാർ? യെസ് ആശ്മി, അതിൽ മറ്റൊരു പ്രത്യേകത, ഈ ശവശരീരം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെയുള്ള അധ്യാപകനും ഡീൻ ഉൾപ്പെടെ പറയുന്നത് ഒരിക്കലും കേരള സമൂഹത്തിന് യോജിച്ച രീതിയല്ല. ഒരു 20 വയസ്സ് പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ശവശരീരം മോർച്ചറിയിൽ കിടക്കുമ്പോൾ പറയുന്നത് പ്രേമ നൈരാശ്യവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്ത് ഈ കുട്ടിയോട് മനുഷ്യനോടുണ്ടാകുന്ന ചെറിയ വെറുപ്പ് ബോധപൂർവം ഉണ്ടാകാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുക തന്നെയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി 1, 2, 3 ദിവസങ്ങളോളം ഇത് പ്രേമ നൈരാശ്യമാണോ മറ്റു വിഷയങ്ങളാണോ എന്ന് നാട്ടുകാരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ അങ്ങനെ പ്രിയദർശൻ തമ്പി, അപ്പോൾ കള്ളക്കഥ പ്ലാന്റിംഗ് നേരത്തെ തുടങ്ങി എന്ന് പറഞ്ഞാൽ അടിച്ച് മർദ്ദിച്ച് എന്തെങ്കിലും സംഭവിക്കും എന്നറിഞ്ഞപ്പോൾ തന്നെ കള്ളക്കഥ പ്ലാന്റിംഗ് തുടങ്ങി. അത് നമുക്കറിയാം, അത് പെണ്ണുകേസായിരിക്കും എന്തെങ്കിലും. ആ പെണ്ണുകേസിലുള്ള കിംവദന്തികൾ കരക്കമ്പി പോലും ഇപ്പോഴും പറഞ്ഞു പരത്തുന്നുണ്ട്. അത് പോട്ടെ, അത്ഭുതമല്ല കാര്യത്തിൽ. ശ്രീ പ്രിയദർശൻ തമ്പി, ഇവിടെ നേരത്തെ ശ്രീ ജ്യോതിഷ് കുമാർ അവിടുത്തെ വാർഡ് മെമ്പർ നേരിട്ട് കണ്ട കാര്യങ്ങൾ പറയുന്നു. വൈത്തിരിയിലെ പ്രധാനപ്പെട്ട ഒരു CPI നേതാവ് എത്തിയ കാര്യം പറയുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം, SFIയുടെ അവിടുത്തെ യൂണിയൻ്റെ പ്രസിഡന്റ് അടക്കം പ്രധാനപ്പെട്ട പ്രതികളാണ്. SFIക്ക് മൃഗീയാധിപത്യമുള്ളൊരു ക്യാമ്പസാണ്. അവിടെ ഇത്തരത്തിൽ മോബ് ലിഞ്ചിങ്, അക്ഷരാർത്ഥത്തിൽ അത് ആത്മഹത്യയൊന്നും പറയണ്ട, കൊലയ്ക്ക് കൊടുത്താണ്, കൊലപാതകമാണ്. കൊലപാതകം നടക്കുമ്പോൾ ഇതിൽ SFIക്കോ ആർക്കോ ഒരു പങ്കുമില്ല എന്ന് P രാജീവിനും ആശ്രയിക്കും കൈകഴിയും മാറി നിൽക്കാൻ കഴിയുന്നതാണോ ശ്രീ പ്രിയദർശൻ തമ്പി? അല്ല, ഇതിനകത്ത് ആമുഖമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സംഭവം യാതൊരു സംശയവും വേണ്ട, കാരണം അപലപനീയമാണ്. കാരണം അതിക്രൂരമായ സമാനതകളില്ലാത്ത ഒരു സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം റാഗിങ് എന്ന് പറയുന്ന പ്രതിഭാസം അത് അഖില ലോക പ്രതിഭാസമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമില്ല. അത് അതിനെ ഒരു കാരണവശാലും ഉണ്ടാകാൻ റാഗിങ് ആണെങ്കിൽ അവന്റെ ക്ലാസ്സിലെ കുട്ടികൾ ഈ അധമപ്പണിയിൽ കൂട്ടുനിൽക്കില്ല. തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ വരികയാണ്. ആ ഒരു പ്രതിഭാസം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ക്യാമ്പസിനുള്ളിലെ പ്രതിഭാസങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്, അതിനേക്കാളെല്ലാം ഉപരിയായി വെറുമൊരു റാഗിങ്ങേ അല്ല. അങ്ങൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റാഗിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന സീനിയേഴ്സ് അതല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇതിൻ്റെ അറ്റൻഡിങ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുന്ന 5 കുട്ടികൾ തന്നെ 5 സ്റ്റുഡൻസ് തന്നെ ഇതിൽ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ മോട്ടീവ് സംതിങ് ഡിഫറൻറ്റ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതിലേക്ക് ഉണ്ടായിരിക്കുന്ന മോട്ടീവ് സംതിങ് ഡിഫറൻറ്റ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ റാഗിങ് അല്ല എന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു. കാരണം റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് ജൂനിയേഴ്സിനെ ഉണ്ടായ സംഭവമല്ല ഇത്. മറ്റെന്തോ മോട്ടീവിൻ്റെ പേരിലാണ് ഈ നിരപരാധിയായ കുട്ടി ആക്രമിക്കപ്പെട്ടത് എന്ന് സമ്മതിക്കുന്നു. ഒരു കാരണവശാലും ഒരു സമൂഹവും ഇതിനോട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതിനെ പിന്തുണയ്ക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതിനാണ് ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ക്യാമ്പസുകളിൽ, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്ന അതിഭീകരമായ ക്രൂരമായ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങൾക്കെതിരെ പടവെട്ടി ആ സംഭവങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ആ സംഭവങ്ങൾക്ക് ആധാരമായി പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ പ്രവർത്തിച്ചാണ് SFI ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായി, കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളും ഭരിക്കുന്ന സംഘടനയായി, കേരളത്തിലെ 90% കോളേജ് ക്യാമ്പസുകളിലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുത്തക ഏറ്റെടുക്കുന്ന സംഘടനയായി വളർന്നത്. കുത്തകയുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ഈ കുത്തകയുടെ പ്രശ്നം ചോദ്യം ചെയ്യാൻ ASF അടക്കം പറഞ്ഞതാണ് ഈ സാധനം. ഈ പറയുന്ന മൃഗീയാധിപത്യം അത് അവിടുത്തെ കുട്ടികൾ നൽകുന്ന സമ്മതിദാനം എന്തോ അവകാശമാണെന്നൊക്കെ SFI പറയുമെങ്കിലും ഒരു ക്യാമ്പസിലുണ്ടാകുന്ന ഈ മൃഗീയാധിപത്യം ജനാധിപത്യ ശബ്ദത്തെ ഇല്ലാതാക്കലാണ്. അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പിനെയും എതിർശബ്ദത്തെയും ഇല്ലാതാക്കലാണ്. ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ നെറുകേടും മര്യാദകേടും നടക്കുമ്പോൾ ചോദിക്കാൻ ഒരാളും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കലാണ്. കുത്തകയുടെ വേറെ പ്രശ്നം കേട്ടോ
ശ്രീ പ്രിയദർശൻ തമ്പി അത് അല്ല അല്ല അത് അങ്ങനത്തെയുള്ള പ്രവണതകൾ ശരിയല്ല. അങ്ങനത്തെയുള്ള പ്രവണതകൾ ഏത് സംഘടനയായാലും ശരി, ഞാൻ ആ വിദ്യാർത്ഥി സംഘടനയുടെ വക്കാലത്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കാൻ വന്ന ആളാണ് എന്ന് അങ്ങ് തെറ്റിദ്ധരിക്കുകയും വേണ്ട. അങ്ങനെ ഒരു പരിപ്രേക്ഷ എൻ്റെ വാദത്തിന് കൊടുക്കുകയും വേണ്ട. കാരണം ഞാൻ അത്തരത്തിലുള്ള പ്രവണതകൾ വന്നാൽ SFI എന്നല്ല ഏത് സംഘടനകളും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതാ ചവിറ്റുകൊട്ടയിലേക്ക് വീഴും. കാരണം യാതൊരു സംശയവും വേണ്ട. കാരണം ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ കോളേജിൽ ഉണ്ടാകുമ്പോൾ അതിനെ നോക്കുകൂത്തിയായി നോക്കി നിൽക്കുകയോ ചെയ്യുന്നതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നിവിടെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും അപലപിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു കാരണവശാലും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഏറെ പ്രതീക്ഷകളുമായ ഒരു കുടുംബത്തിൻ്റെ ആകെ സ്വപ്നമായി ഒരു കലാലയത്തിലേക്ക്, അത് വെറ്റിനറി കോളേജിലെ പോലെയുള്ള ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് ഉന്നതമായ ഒരു കോഴ്സിന് പഠിക്കാൻ വന്ന വിദ്യാർത്ഥിയെ എന്തിൻ്റെ പേരിലായാലും ശരി ഇത്തരത്തിൽ ആൾക്കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അത് റൂൾ ഓഫ് ലോ, നമ്മുടെ റൂൾ ഓഫ് ലോ അതെല്ലാം നമുക്കറിയാമല്ലോ. ഞങ്ങൾക്ക് ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ക്രിമിനൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൻ്റെ ആണിക്കല്ല എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ തകർന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ നമ്മുടെ നിയമത്തിനെയും പോലീസിൻ്റെ എല്ലാ പ്രസക്തി? ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിൽ കുറ്റകരമായ അനാസ്ഥ ഈ കോളേജ് അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം പ്രിവെൻഷൻ ഓഫ് റാഗിംഗ് ആക്ട് എന്നൊരു ആക്ട് നമുക്കിവിടെ ഉണ്ട്. അതിൽ ഒരു പ്രത്യേകമായ പ്രൊവിഷൻ ഉണ്ട്. കാരണം ആരെങ്കിലും റാഗിങ്ങിനെ അബറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ റാഗിങ് ചെയ്യണമെന്നില്ല, ഈ റാഗിങ് നടന്നതായി കോളേജ് ക്യാമ്പസിൽ റാഗിങ് നടന്നതായി അറിവുണ്ടായിട്ട് അത് അറിഞ്ഞില്ലെങ്കിൽ, എനിക്ക് സമാനമായ പ്രൊവിഷൻ പോക്സോ ആക്ടിലുമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കാര്യമുണ്ടായിട്ട് അത് അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെയും കൂടി പ്രതിയാക്കേണ്ടതാണ്. നോളജ് ഒന്നാമത്തെ കാര്യം ഇത് റാഗിങ്ങിന്റെ പ്രശ്നമല്ല. രണ്ടാമത്തെ കാര്യം ഈ കുട്ടികളെ പുറത്താക്കിയ കാര്യം പറയുന്നുണ്ട്. കുട്ടികളെ ഈ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത 4 പേരെ സസ്പെൻഡ് ചെയ്തതായും പറയുന്നുണ്ട്. സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്നുള്ളത് SFI പോലീസിനെ അറിയിച്ചോ എന്നൊക്കെ ചോദ്യം അവിടെ നിൽക്കും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ എം ഷിബു ഇവിടെ മിടുക്കനാണ്. സിദ്ധാർത്ഥ ഒരു മിടുക്കനാണ്, കാണാൻ സുന്ദരനാണ്, അവൻ ക്യാമറ ആണ് അവൻ്റെ ലോകം. അവൻ വളരെ ഭംഗിയായി നന്നായി ചിത്രങ്ങൾ എടുക്കും. ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആക്കാനുള്ള കരിസ്മ നാട്ടിലുമുണ്ട്, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, കോളേജിലൊക്കെ ഉണ്ട്. ശരി, അസൂയ എന്നുള്ളൊരു ഘടകം അവിടെ ഉണ്ട്, അതിരിക്കട്ടെ. പക്ഷേ ഇവിടെ 4ാം വർഷ വിദ്യാർത്ഥി സിൻജോ ജോൺസൺ നേതൃത്വത്തിൽ ക്രൂരമായ മർദ്ദനം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് കേട്ടത് ഒരു കുറ്റപത്ര വായന പോലും ഉണ്ടായി എന്നാണ് ഷിബു. എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ, എന്താണ് നോക്കി കണ്ടു നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്തു പോയി പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാവുമെന്ന ആക്രോശത്തോടെയാണ് മർദ്ദനം. ഇതെന്താണ് ഇത്? അത് ക്യാമ്പസ് ആണോ, കലാലയമാണോ, അതോ വല്ല ഗുണ്ടാ താവളമാണോ ശ്രീ ഷിബു? തീർച്ചയായും സാർ, ആദ്യമായിട്ട് 24-ന് ഒരു നന്ദി പറയുകയാണ്. നമ്മൾ വഴിമുട്ടി നിന്ന സമയത്ത് ആദ്യമായി ഒരു കോണ്ടാക്റ്റിൽ നമ്മുടെ റിപ്പോർട്ടർ എന്നെ വന്ന് കാണുകയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളുടെ ദൗത്യമാണ്. അതെ, അപ്പൊ ഞാൻ ആദ്യം ഓക്കെ സാർ, അത് ആക്കെയായിരുന്നു, എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടുത്തെ കാര്യം, സിദ്ധാർത്ഥന്റെ കാര്യം പറഞ്ഞു. സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് എനിക്കുള്ള കോണ്ടാക്ട്സ് എൻ്റെ നാട്ടിൽ, അവൻ്റെ അമ്മ വീട് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ വന്ന് എനിക്കുള്ള പരിചയത്തിനേക്കാളും അപ്പുറം അവന് പരിചയം ഉണ്ടാവും പെട്ടെന്ന് തന്നെ. കാരണം ഒരാളിനെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ അവരുമായിട്ട് നല്ല ബന്ധമായിരിക്കും. ആ ഒരു അട്രാക്ഷൻ, എങ്ങനെയാണ് അവൻ ആ അട്രാക്ഷൻ ഉണ്ടാവുന്നതെന്ന് എനിക്ക് അറിയില്ല. ആരോടായാലും അവൻ ആ ഷോൾഡറിൽ പിടിച്ച്, ആരായാലും ഒരു അമ്മൂമ്മയായാലും ഒരു വലിയമ്മയായാലും ആരായാലും ചെന്ന് ഷോൾഡറിൽ പിടിക്കുന്നു, ഒരു ചേർത്തൊരു സംസാരമുണ്ട്. അതോടെ അവൻ്റെ ഇഷ്ടപാത്രമായിട്ട് മാറുകയാണ്. അതാണ് അവൻ്റെ നാച്ചർ എന്ന് പറയുന്നത്. അതാണ് അവൻ എല്ലാവരിടത്തും പ്രവർത്തിക്കുന്നത്. അതായിരിക്കും ചിലപ്പോൾ കോളേജിലും മറ്റുള്ള ചേച്ചിമാരോടും ചേട്ടന്മാരോടും എല്ലാം അവൻ കാണിക്കുന്നത്. അതിന് ചിലപ്പം ചിലർക്ക് കാണുമ്പോൾ അത് അസൂയ തോന്നും, ചിലർക്കത് ഇഷ്ടപ്പെടില്ല, കല്ലുകടിയായിട്ട് തോന്നും. പല തോന്നലുകളും അവരുടേതായ സംസ്കാരമായിരിക്കും അവർക്ക് ആ തോന്നലുകൾ ഉണ്ടാക്കുന്നത്. സിദ്ധാർത്ഥനെ സംബന്ധിച്ച് ആർക്കും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്, ഒരു പ്ലീസിങ് മൈൻഡാണ്. അവൻ ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ, ദേഷ്യപ്പെടാറില്ല. അങ്ങനെ ഞങ്ങൾക്ക് പോലും ഇല്ലാത്തൊരു ബന്ധം അവനുണ്ട്. ഈ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടി വരും, ജസ്റ്റ് ഒരു കാര്യം. ഈ മരണം അന്വേഷിച്ച് 2 കുട്ടികൾ വരുന്നു. എവിടെയോ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഒരു ദിവസം ട്രിവാൻഡ്രത്ത് വെച്ച് പരിചയപ്പെട്ട PG വിദ്യാർത്ഥികളാണ് കാര്യവട്ടം ക്യാമ്പസിൽ.
ആ കുട്ടികൾ വന്ന് പറയുന്നു ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ചോദിച്ചു എങ്ങനെ അറിയാം? അവൻ പഠിച്ചിട്ടില്ല, അതും PG ആണ്, ഒരിടത്തും ഇവർ തമ്മിൽ പഠിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പറയുന്നു ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ട് ഞങ്ങൾക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടു പോയി അവൻ്റെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ വീട്ടിൽ വരണമെന്ന് തോന്നി. അതാണ് ഞാൻ പറയുന്ന സിദ്ധാർത്ഥൻ. ആ ഒരു കരവരുത് അത് കോളേജിലെ പെൺകുട്ടികൾ ചിലപ്പോൾ അവനിലേക്ക് ആകർഷിച്ചിട്ടുണ്ടാവും, ചേച്ചിമാരോ എന്തോ, അവന് കൂടുതൽ സപ്പോർട്ട് ഇഷ്ടപ്പെട്ട നമുക്ക് ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ അടുക്കില്ലേ? അത്രേ ഉള്ളൂ. അതിൽ ആൺ പെണ്ണൊന്നും ഞാൻ അങ്ങനെയൊക്കെ എത്താം. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സിദ്ധാർത്ഥിന്റെ അമ്മ കൂടി ഷീബ, എനിക്കറിയാം അമ്മ ഒരു പരമാവധി നഷ്ടപ്പെടലിന്റെ വേദനയാണ്, മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നീറുന്ന അമ്മയോട് ഇപ്പോൾ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കല്ല. എന്താ ഞാൻ ചോദിക്കുക, ഈ ആത്മഹത്യയല്ല സിദ്ധാർത്ഥനെ കൊന്നതാണെന്ന് സംശയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമ്മ ആ സംശയം? അവൻ അത് ചെയ്യില്ല. അവൻ അത് പഠിക്കാൻ വേണ്ടിയാണ് പോയത്. അവന് ഒരു 5.5 വർഷം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം എന്നില്ല. PG ചെയ്യണം, റിസർച്ച് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ കോളേജിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒരു കളി പോലെ, ഒരു ഫൺ പോലെയാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചേട്ടന്മാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അവർ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ഉണ്ട്. അത്രയും ക്യാമ്പസിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അവിടുത്തെ ആ ക്യാമ്പസിൽ ഓരോ ഫാമും ക്ലിനിക്കും ഒക്കെ ഞങ്ങൾക്കിപ്പോൾ കാണാതെ അറിയാം അവിടുത്തെ സ്ഥലം എങ്ങനെയാണെന്ന്. ഇത് വരുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത്രയും ഇൻട്രസ്റ്റോടു കൂടെ പഠിക്കണം എന്ന് പറഞ്ഞ് ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫർ, അപ്പോൾ വെറ്റിനറി ഒരു ഡോക്ടർ ആയാൽ വൈൽഡ് ഫോട്ടോഗ്രാഫർ ആകുമ്പോൾ അതിൽ കൂടുതൽ എനിക്ക് അറിയാൻ പറ്റും എന്ന് വിചാരിച്ച് പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എന്ത് പ്രതീക്ഷയായിരിക്കും അവന്? ഇപ്പോഴേ ഹോസ്പിറ്റലിൽ പോയി ഇരിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് എനിക്കൊന്ന് ഇരിക്കാൻ പറ്റിയാൽ, അപ്പോൾ അവിടുന്ന് സീനിയേഴ്സ് പറഞ്ഞു, PhD ചേട്ടന്മാരൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നീ ചെന്ന് ഇരിക്കാൻ നോക്ക് എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് നടക്കുമോ അമ്മ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ട് നമുക്ക് ഡോക്ടറെ കണ്ട് ചോദിച്ച് നോക്കാം. അതാ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്രയും ആഗ്രഹത്തോട് പഠിക്കുന്ന ഒരു കുട്ടി 2-2.5 ദിവസം കൊണ്ടോ ഒരു സൂയിസൈഡ്. അല്ല, ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഫോണിൽ വിളിക്കും, എല്ലാ ദിവസവും ഫോണിൽ വിളിക്കും, എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും, സൗഹൃദങ്ങളെക്കുറിച്ച് പറയും, അവിടെ നടക്കുന്ന ഈ പറഞ്ഞ യൂണിയൻ്റെ ഫോട്ടോ അടക്കം എടുത്ത് നിങ്ങൾ ഫോണിലേക്ക് അയച്ചു തരും, ആ ചിത്രങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ വീട്ടുകാരുമായി അത്രയധികം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സിദ്ധാർത്ഥ് ഈ ദിവസങ്ങളെപ്പറ്റി കാര്യമായൊന്നും പറഞ്ഞില്ലേ? ഈ നശിച്ച ദിവസങ്ങളെപ്പറ്റി കാര്യമായൊന്നും പറഞ്ഞില്ലേ? ഇല്ല, 15-ാം തീയതി ഇങ്ങോട്ട് വരുന്നു, 15-ാം തീയതി കയറുന്നു എന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചാൽ എത്താത്ത സമയം ഞാൻ ട്രെയിനിൽ കയറി ഇരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എത്തേണ്ട സമയം നോക്കി വിളിച്ചപ്പോഴാണ് അവൻ പറയുന്നത്, അമ്മ ഞാൻ പെട്ടെന്ന് റെഹാൻ എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് പോകണം, ഒരു എത്ര അത്യാവശ്യം എന്തോ ചോദിച്ചപ്പോൾ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നെ ആയിപ്പോയി, ഞാൻ തന്നെ അത് സബ്മിറ്റ് ചെയ്യണം, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും കൂടെ ഉള്ളതല്ലേ അതിനകത്ത്. അപ്പോൾ ഞാൻ വെച്ചാൽ കോളേജ് കാര്യമല്ലേ, മക്കൾ പോയിട്ട് എന്നെ വിളിക്കണേ എന്ന് പറയും. പിന്നെ പോയി ചെന്നതിന് ശേഷമുള്ള ആ സംസാരമാണ് ഞാനിപ്പോൾ അത് ഓർക്കുന്നത്. ഞാൻ വിളിക്കാം, ഞാൻ കിടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അക്ഷയനെ 2 പ്രാവശ്യം കോൺടാക്ട് ചെയ്യുന്നു, അപ്പോൾ എടുക്കാത്ത സമയത്ത്. അപ്പോൾ അക്ഷയ് പറയുന്ന ഉണ്ട്, ഞാൻ പറയാം ആൻറ്റി, വിളിക്കാൻ പറയാം. അപ്പോൾ അവനെ ഒന്നുകിൽ കാണുകയോ അല്ലെങ്കിൽ അവൻ തൊട്ടടുത്തുണ്ടെങ്കിലല്ലേ ഇങ്ങനെ വിളിക്കാൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. അവൻ കിടക്കുന്നതായിരിക്കും, പോയ ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഉത്സവത്തിന് വരാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ എന്നിട്ട് ഞാൻ ഞായറാഴ്ച വിളിച്ച് ചോദിച്ചു, മൂഡ് ഓഫ് എന്തെങ്കിലും ഉണ്ടാടാ? ഇല്ല വയ്ക്കട്ടാ, വേറൊന്നുമില്ല, ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ അവന് കോൾ എപ്പോൾ ചെയ്തിരുന്നാലും ഈ 2-2.5 ദിവസം ഒരു ലിമിറ്റാണ്, കുറച്ച് ലിമിറ്റ്സ് ഉണ്ട് അവന് സംസാരിക്കാൻ. ഇവിടെ ഈ അവിടെ കൂട്ടുകാർ വീട്ടിൽ വരാറുണ്ട്, വീടിനടുത്തുള്ള പയ്യന്മാരുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള അമ്മയോടൊക്കെ സംസാരിച്ചിട്ടുള്ളവർ പോലും ഇതിൽ കൂട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ? ഇവരെല്ലാവരും അമ്മയ്ക്ക് അറിയാവുന്നവരുണ്ടോ? അതാ ഏറ്റവും വിഷമമായത്. ഞാൻ വിളമ്പിക്കൊടുത്ത കുട്ടികളുണ്ട്, എൻ്റെ അടുത്തിരുന്ന് കഴിച്ചവരുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ അറിയിക്കേണ്ടിയിരുന്നു. അവരുടെ പാരൻസിനെ അറിയിച്ചിട്ട് എങ്ങനെയെങ്കിലും അമ്മ ഒന്ന് ആൻറ്റി ഒന്ന് വിളിച്ച് പറയൂ, സിദ്ധുവിനെ ഒന്ന് കൊണ്ടുപോകാൻ, അത് മതിയായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് പേടിയാണ് അവർക്ക്, അത്രയും അവർ ഭയക്കുന്നുണ്ട്.
ഇതിൽ ഒരാളെങ്കിലും ഒന്ന് പക്ഷെ ഞാൻ പറഞ്ഞു, അവരാരും ഒരാളെങ്കിലും ഒന്നും രഹസ്യമായെങ്കിലും പറയുന്നില്ല. വീട്ടിൽ ആരൊക്കെയോ വിളിച്ച് ഇങ്ങനെ ഉപദ്രവം നടക്കുന്നുണ്ട് എന്നൊരു വാക്ക് പറയാൽ ഏത് കുട്ടിക്കും ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഈ കണ്ടിട്ടുള്ള 100-150 കുട്ടികൾ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, എന്തോ ആകട്ടെ അത് കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അവരെല്ലാവരും കുറ്റക്കാരാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഓരോരുത്തരും കുറ്റക്കാരാണ്. ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയാലേ, ഞാൻ ആരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കുട്ടിയെ ഞാൻ ലോകം അറിയിപ്പിക്കുമായിരുന്നു, എൻ്റെ മോൻ്റെ ഒരു ജീവൻ തന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അവർ ഓരോരുത്തരും ഒരു കൊലപാതകം ചെയ്തതുപോലെ ഞാൻ കാണുന്നത്. ഇവിടെ മനസാക്ഷിയില്ലേ, അവരൊക്കെ മനസ്സിൽ വിചാരിക്കട്ടെ, വീട്ടിലിരുന്ന് വിചാരിക്കട്ടെ. ഷീബ, നമ്മുടെ റിപ്പോർട്ടർ പ്രതീക്ഷ വാർത്ത കൊടുക്കുന്നു, അതിനുശേഷം അത് അപ്പോഴും അനങ്ങുന്നില്ല. പിന്നീട് ഇത് സജീവ ചർച്ചയായിട്ട് ഇന്നാണ് കേട്ടോ അതിൻ്റെ പ്രധാന പ്രതി അഖിൽ എന്ന് പറയുന്നവൻ പിടിയിലാവുന്നത്. ഇപ്പോഴും പ്രധാനപ്പെട്ട പ്രതികൾ പുറത്താണെന്ന് പറയുന്നു. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടെന്ന് ആരോപിക്കുന്നുണ്ട്. സംഘടനാ പ്രവർത്തകരാണ്, ആ സംഘടനയ്ക്ക് മൃഗീയാധിപത്യമുള്ളൊരു ക്യാമ്പസാണത്. അന്വേഷണം നേരായ വഴിക്ക് പോകും, പ്രതികളൊക്കെ കൃത്യമായി പിടിക്കപ്പെടും, തെളിവുകൾ കൃത്യമായി ഹാജരാക്കപ്പെടും, അമ്മയുടെ മകന് നേരിട്ട ദുരവസ്ഥയ്ക്കുള്ള ശിക്ഷ അവർക്ക് കിട്ടും എന്ന് കരുതുന്നുണ്ടോ ശരിക്കും? അതിനു വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോവും. അതിപ്പോൾ എവിടുന്ന് കിട്ടുന്നോ അതറ്റം വരെ ഞങ്ങൾ പോവും. ഉറപ്പായും ആ പോരാട്ടം ശക്തമായി മുന്നോട്ടേക്ക് ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല ആ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങൾ ഏതറ്റം വരെയും ആ പോരാട്ടത്തിൽ കൂടെയുണ്ട്. കൊണ്ടുപോകും. ഞാൻ ശ്രീ ജ്യോതിഷ് കുമാറിലേക്കും കാരശ്ശേരി മാഷിലേക്കും ഷിബുവിലേക്കും എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എം എൻ കാരശ്ശേരി, ഇവിടെ പോലീസ് ഇപ്പോൾ ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിലും നടന്നത് അക്ഷരാർത്ഥത്തിൽ നല്ല ലക്ഷണമൊത്ത ആൾക്കൂട്ട വിചാരണയാണ്. എന്ന് പറഞ്ഞാൽ കോടതി കൂടും പോലെ ചേരുക, കുറ്റപത്രം വായിച്ച് ഏൽപ്പിക്കുക, അടിച്ചു കൊല്ലുക. ഇവിടെ കൊന്നില്ല എന്നേ ഉള്ളൂ. ഇനി അമ്മ പറയുന്ന പോലെ കൊന്നു കെട്ടി തൂക്കിയതാണോ എന്ന സംശയം എനിക്കുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. പക്ഷേ തെളിഞ്ഞു വരട്ടെ അത്. ഇവിടെ ശ്രീ എം എൻ കാരശ്ശേരി, രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു പരമസാധു പയ്യനെ അവിടെ ഹൈദരാബാദിലെ സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മളെല്ലാവരും വേദനിച്ചവരാണ്. സാംസ്കാരിക ലോകം ഒന്നടങ്കം രോഹിത്തിനൊപ്പം നിന്നതാണ്, വലിയ ശബ്ദമുയർത്തിയവരാണ്. ഇപ്പോഴും നമ്മൾ ശബ്ദമുയർത്തുന്നുണ്ട്. മറ്റിടങ്ങളിൽ ഒരു ചർച്ചയില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു ഞെട്ടലുമില്ല, കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി പോകുന്നുണ്ട്. സാംസ്കാരിക ലോകത്തിന് ഇപ്പോൾ ഉള്ള മൗനം എന്തുകൊണ്ടാണ് ശ്രീ കാരശ്ശേരി മാഷ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ സാംസ്കാരിക നായരോട് താങ്കളെ ഉൾപ്പെടുത്തില്ല കേട്ടോ. താങ്കൾക്ക് മനുഷ്യൻ്റെ വേദന മനസ്സിലാവുന്ന, മനുഷ്യൻ്റെ വേദന കണ്ടാൽ കണ്ണു നിറയുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകനും സാംസ്കാരിക പ്രവർത്തനമാണ്. ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തില്ല. പക്ഷെ അല്ലാത്തവരുണ്ട് മാഷേ. ഹാഷ്മി, ഒരു മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു അധ്യാപകൻ ആയിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും എനിക്ക് അങ്ങേയറ്റം ലജ്ജ തോന്നുന്ന ഒരു കാര്യമാണിത്. കാരണം ഞങ്ങളൊക്കെ കുട്ടികളിപ്പോൾ, ഞാൻ കോളേജിൽ അധ്യാപകനായിട്ട് ചേരുന്ന 78-ലാണ്. അതിന് മുമ്പ് തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 70-കളുടെ ക്യാമ്പസ് പഠിച്ച ആളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളെ തമ്മിൽ അങ്ങനെ ഒരു തർക്കം വരും, ഞങ്ങളങ്ങോട്ട് ഇറങ്ങി ചെല്ലുക ചെയ്യുക. പിന്നെ അപ്പം തന്നെ വീട്ടിൽ വിവരം അറിയിക്കുക, പോലീസിനെ അറിയിക്കുക. ഇപ്പോൾ രാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ ബഹാബുദ്ദീൻ ചെയ്തത് രാജൻ്റെ വീട്ടിൽ വിവരം അറിയിക്കുകയാണ്. പിന്നെ കോടതിയിൽ ചെന്ന് പറയാണ്. അടിയന്തരാവസ്ഥ കാലത്താന്ന് ആലോചിക്കണം. അതൊരു അധ്യാപകനാണ്, അദ്ദേഹം മരിച്ചുപോയി. RECയിലെ പ്രിൻസിപ്പലായിരുന്നു, അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രോ വൈസ് ചാൻസലറായിരുന്നു. ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ഒരു അധ്യാപകനാണെന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട്. എന്താ കാരണം? അദ്ദേഹത്തിന് ആരെയും പേടിയില്ല. കാരണം തൻ്റെ ഒരു വിദ്യാർത്ഥിയെ അന്യായമായി അറസ്റ്റ് ചെയ്തു. അത് കോടതിയിൽ ആ പ്രിൻസിപ്പാളുടെ മൊഴി കൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അന്ന് രാജിവെച്ചു പോയത്. നമ്മൾ ആലോചിക്കേണ്ടത്. കാലിക്കറ്റ് അന്ന് കോഴിക്കോട് REC എന്നാണ് പറയുക, ഇന്ന് അതിൻ്റെ പേര് NIT എന്നാണ്. RECയിലെ ആ ഒരു അറസ്റ്റിൻ്റെ കാര്യം കേരള രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ആ അമ്മ സംസാരിക്കുമ്പോൾ അവരൊരു വാക്ക് പറഞ്ഞു, ശബ്ദത്തിൽ ഞാൻ ഞെട്ടി. മനസാക്ഷി എന്നൊരു വാക്ക് അവർ പറഞ്ഞു. എവിടെയാണ് ഹാഷ്മി നമ്മുടെ മനസാക്ഷി ഇരിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു റോട്ടിൽ ഒരാൾ വീണാൽ, ഒരു വണ്ടി ഇടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബൈക്ക് മറിഞ്ഞിട്ടോ വീണ് ചോര വാർന്ന് മരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നാട്ടുമ്പുറങ്ങളിലും നഗരങ്ങളിലും എല്ലായിടത്തും അങ്ങനെ ഞാൻ പറയില്ല. അതിപ്പോ വലിയ 130 കുട്ടികൾ കൂട്ടം ചേർന്ന് കാണുകയാണ്. ഇനിയിപ്പോൾ എന്ത് കോട്ടയാണെന്നും എന്ത് മണ്ണാങ്കട്ടയാണെന്ന് പറ, അല്ലെങ്കിൽ ആര് പേടിപ്പിക്കുമെന്ന് പറ, അതിലൊരുത്തനുണ്ടാവില്ലേ ഇറങ്ങി നിൽക്കാൻ? ഒരു പയ്യനുണ്ടാവില്ലേ നട്ടലോട് ഇറങ്ങി നിൽക്കാൻ? ഇല്ലാപ്പുള്ള കൂട്ടങ്ങളെ ഓർത്ത് കഷ്ടം തോന്നുന്നു കാരശ്ശേരി മാഷെ. അതെ, അല്ല ഹാഷ്മി,
ഇവർക്ക് എന്ത് ഉന്നത വിദ്യാഭ്യാസമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർ ഏത് മൃഗങ്ങളെ ചികിത്സിക്കാനാണ്, ഏത് പ്രകൃതിയെ ചികിത്സിക്കാനാണ്, ഏത് മനുഷ്യനെ ചികിത്സിക്കാനാണ് ഇവർ പഠിക്കുന്നതും പരിശീലനം നേടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് തൊട്ടപ്പുറത്ത് നടക്കുന്ന അക്രമത്തെയോ അന്യായത്തെയോ അനീതിയെയോ എതിർക്കാൻ പഠിക്കുന്നതിനാണ് രാഷ്ട്രീയ പഠനം എന്ന് പറയുക. രാഷ്ട്രീയ പരിശീലനം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഇതിലൊരു പ്രധാന കാര്യമുണ്ട് ആഷ്മി, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കൃത്യമായിട്ട് എൻ്റെ നിരീക്ഷണം, എന്ത് സംഗതി ഉണ്ടെങ്കിലും അതിലൊരു പെൺകേസ് ഉൾപ്പെടുത്താനുള്ള ഒരു ദുർവാസന നമ്മുടെ എല്ലാ രംഗത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു നമ്മുടെ മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് കൊണ്ടുവന്നത്. സന്ദേശം എന്നുള്ള സിനിമയിൽ ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, അത് 40 കൊല്ലെങ്കിലും ആയ സിനിമ വന്നിട്ട് അതിൽ പറയുന്നുണ്ട് അങ്ങനെ മിടുക്കന്മാർ വരുമ്പോൾ അവരെ വല്ല പെണ്ണുകേസിലും പ്രതിയാക്കി നാറ്റിക്കണമെന്ന്. ഇപ്പോൾ ഏത് കൊലപാതകം, ഏത് ആത്മഹത്യ വന്നാലും അയാൾക്ക് പരസ്ത്രീ ബന്ധമുണ്ടായിരുന്നു, അയാളുടെ ഭാര്യയ്ക്ക് ജാരനുണ്ടായിരുന്നു വീട്ടിൽ, ഇത് പറഞ്ഞാൽ പിന്നെ മലയാളി വേറെ ഒന്നും ശ്രദ്ധിക്കൂല. ഒരു പത്രം ഏറ്റവും വലിയ ഒരു പാവം പ്രവാസി ഗതിമുട്ടി, പാവം പ്രവാസിയുടെ മറ്റേ അതിന് ഇറക്കം പോരാ വീതി പോരാന്ന് പറഞ്ഞു ജീവിതം കുട്ടിച്ചോറാക്കിയപ്പം കഴിക്കോരിൽ കെട്ടിത്തൂങ്ങി. പത്രം വെണ്ടയ്ക്കാൻ നിർത്തി ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ഈ ജാരബന്ധത്തിന്റെ വാർത്ത നാണമില്ലാതെ. അതെ, അല്ല ആലോചിച്ച് നോക്കൂ, TP വധക്കേസിൽ പോലും അങ്ങനെ ഒന്നും വന്നിരുന്നില്ലേ? ആലോചിച്ച് നോക്കൂ, TP വധക്കേസിൽ. അപ്പോൾ ഇവിടെ എപ്പോഴും ഇപ്പോൾ നവമാധ്യമങ്ങൾക്ക് ഇതിന് പിന്നെ ആരും ഉത്തരവാദിത്തമില്ലല്ലോ. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അബദ്ധമോ അല്ലെങ്കിൽ അവരുടെ താല്പര്യമോ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണുകേസ് ഒരു വിഷയമായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാവരും അത്രയധികം ലൈംഗികമായ ദാരിദ്ര്യവും ആ തരത്തിലുള്ള പലതരത്തിലുള്ള അധമമായ വികാരങ്ങളുള്ള കൂട്ടരാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ, നമ്മുടെ മാധ്യമങ്ങൾ. ആലോചിച്ച് നോക്കൂ, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എന്തൊക്കെ പറഞ്ഞു. അതിലിപ്പോൾ സാക്ഷി പറഞ്ഞ ഒരുത്തനാണ് ഇപ്പോൾ PC ജോർജ്. ആലോചിച്ച് നോക്കൂ, ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ നേതാവ്, ഒരു നേതാവ് അദ്ദേഹമാണ് ഇപ്പോൾ ലോക്സഭയിൽ മത്സരിക്കാൻ പോകുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ അന്ന് മാധ്യമങ്ങൾ എന്താ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. ഇതിപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ ആഷ്മി പറഞ്ഞത്, ഒരു വ്യാപാരി ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന ഒരാൾ ഈ ഭരണത്തിൻ്റെ ദുരാധിപത്യം കൊണ്ട് സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തതാണ്. അത് വാർത്ത വരെയാണ് പത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആലോചിച്ച് നോക്കൂ, അവർക്ക് ഭർത്താവ് മരിച്ചിട്ട് ആ സ്ത്രീക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അക്രമം കാണിക്കുക, അതിനടുത്ത് ലൈംഗികമായ അരാജകത്വത്തിൻ്റെയും ലൈംഗികമായ ദുരാരോപണങ്ങളുടെയും പുകമറ സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനം. ഇപ്പോൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഈ കുട്ടിയെപ്പറ്റി എന്താ ആർക്ക് പറഞ്ഞുകൂടാത്തത്? അതൊക്കെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ഫോർവേഡ് ചെയ്യാനും അതിന് കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ നീതിബോധം എന്ന് പറയുന്നത് നമ്മൾ ആരുടെ കൂടെയാണ്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് വാട്സപ്പ് നോക്കുന്നത്, ഏത് തരത്തിലുള്ള നീതിബോധമാണ് നമ്മൾ നയിക്കുന്നത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം തന്നെ എന്താണ്? ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ പാർട്ടിയുടെയോ പണത്തിൻ്റെയോ പേരിൽ ആളുകളെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നതിനെയാണോ രാഷ്ട്രീയം എന്ന് പറയുക? അത് നീതിബോധം മാത്രമല്ലേ? അക്രമിയുടെ കൂടെ മർദ്ദിതൻ്റെ കൂടെ നിൽക്കുന്നതിനല്ലേ രാഷ്ട്രീയം എന്ന് പറയുക? അതല്ലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഇവരെ പഠിപ്പിക്കുന്നത്? ഇവിടെ ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം നേരത്തെ വഴിതെറ്റി. കാരണം 57 KSU പ്രവർത്തനം ആരംഭിച്ചത്. 1959 തന്നെ AK ആൻ്റണി അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ അന്യായമായ വിമോചന സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, അതിൻ്റെ നായകന്മാരായിട്ട് വിദ്യാർത്ഥികൾ വന്നു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നതല്ലേ. ഇപ്പോൾ അതിനിടയ്ക്ക് കുട്ടികൾ രണ്ട് ഭാഗത്തും, SFI മാത്രമല്ല, KSU മാത്രമല്ല, ABVP മാത്രമല്ല, ഇവരൊക്കെ കുത്തുകൊണ്ട് മരിക്കുന്നു, അല്ലെങ്കിൽ കൊലപാതകികളാവുന്നു. ഇപ്പോൾ സൈമൺ ബ്രട്ടോ അദ്ദേഹം മരിച്ചുപോയി. എന്തൊരു സ്ഥിതിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഇളം പ്രായത്തിൽ അദ്ദേഹം ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടിരുന്നു. നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്രമത്തിന് പരിശീലനം കൊടുക്കലാണ്, അതിന് പിന്തുണ കൊടുക്കലാണെന്നുള്ളത്. ഇപ്പോൾ ഈ 10 ദിവസം കഴിഞ്ഞിട്ടാണ് 1-ാം പ്രതി അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ 11 പേര് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ അതിനുണ്ട് എന്ന് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ വയനാട്ടിലെ ഒരു ആളെ പിടിക്കാൻ ഇത്ര താമസമുണ്ടോ? ആലോചിച്ച് അഭിമന്യുവിൻ്റെ കൊലപാതക കേസിലെ 1-ാം പ്രതിയെ പിടിക്കണ്ടായിട്ടില്ല. എന്തുണ്ടായത്? കോവിഡ് വന്നപ്പോൾ ഒളിവിൽ താമസിക്കാൻ വയ്യാതെ പട്ടിണി കിടന്ന് മരിച്ചു എന്നായപ്പോൾ ആ ചങ്ങാതി വന്നിട്ട് പിടികൊടുക്കുക ചെയ്തത്. അഭിമന്യു എന്ന് പറയുന്നത് SFIയുടെ നേതാവാണ്, ഒരു പാവം കുട്ടിയാണ്, ആദിവാസിയാണ്, ദരിദ്രനാണ്.
അപ്പോൾ ഈ തരത്തിൽ ഈ അക്രമത്തിന് മൗനാനുവാദം കൊടുക്കുക അല്ലെങ്കിൽ പിന്തുണ കൊടുക്കുക എന്നുള്ള ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതിലിപ്പോൾ ഒരു പാർട്ടി മാത്രമല്ല, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാരെ നമുക്ക് തീർച്ചയായിട്ടും ഒരു കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്ക് എപ്പോഴും നാണക്കേട് മാറിയിട്ടില്ല എനിക്ക്. കാരണം കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി നമ്മുടെ നേതാവ് പറയാണ്, ബ്രണ്ണൻകോളയിൽ അവർ തമ്മിൽ അടിപിടി ഉണ്ടായതിൻ്റെ മേനി പറയുക. ആര്? ഈ MP ആയ KPCCയുടെ പ്രസിഡന്റ് അതിൻ്റെ മേനി പറയുന്നു, മുഖ്യമന്ത്രിയായ CPMന്റെ നേതാവും അതിൻ്റെ മേനി പറയുന്നു. എന്നത് അടി കൂടി എന്നാണ് പറയുന്നത്. അതൊക്കെ മനുഷ്യന് മറന്നു കളയേണ്ടതല്ലേ? അതൊക്കെ മേനിയായിട്ട് പറയാൻ പറ്റുമോ? അപ്പോൾ എന്ത് മാതൃകയാണ് നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ കുട്ടികൾക്കും കൊടുക്കുന്നത് എന്നുള്ളത് വളരെ കഷ്ടമാണ്. തീർച്ചയായിട്ടും ആ മൗനം, ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും കാണിച്ച മൗനം കേരളത്തിൻ്റെ നാണക്കേടായിട്ട്, നമ്മുടെ മനസ്സാക്ഷി ഇല്ലായ്മയുടെ കൃത്യമായ അടയാളമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കും. ആ കണ്ടു നിന്നവരൊക്കെ ആ കേസിൽ പ്രതികളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജ്യോതിഷ് കുമാർ, ആ മൗനം തീർന്നില്ല, ആ മൗനം ഇപ്പോഴും തുടരുകയാണ്. ഈ കോളേജിൽ സംഭവിച്ച എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഒരു കുട്ടിയെങ്കിലും കൊണ്ടുവരാൻ നോക്കി, അധ്യാപകനെ കൊണ്ടുവരാൻ നോക്കി. ആരും വരില്ല, പേടിയാണ്. അങ്ങനെ പേടിയാണെങ്കിൽ ജ്യോതിഷ് കുമാർ, ഇനി മുന്നോട്ടുള്ള അന്വേഷണ വഴിയാണ്. അന്വേഷണത്തിൽ എന്താണ് വേണ്ടത്? സാക്ഷിമൊഴികളാണ്, ഈ പറയുന്ന തെളിവുകളാണ് വേണ്ടത്. അങ്ങനെ മൗനത്തിൻ്റെ പൊനത്തിലേക്ക് എല്ലാവരും വലിഞ്ഞങ്ങ് നിന്ന, അധ്യാപകരടക്കം പേടിച്ചങ്ങ് മാറി നിന്ന എന്ത് ശിക്ഷ ഇവർക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ജ്യോതിഷ് കുമാർ, എന്തിടപെടൽ നടത്താൻ കഴിയുമെന്നാണ് പൊതുസമൂഹത്തിന്? ഹാഷ്മി, അതിൽ ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് പറഞ്ഞ വിഷയം തന്നെയാണ്. ഒരു കലാലയത്തിൽ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നേരെ വിപരീതമാണ് ഇവിടുത്തെ പ്രവർത്തനം. 38 വർഷം ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ വാർഡ് CPM ആണ് ഭരിച്ചിരുന്നത്. 38 വർഷത്തിന് ശേഷമാണ് ഈ വാർഡ് കോൺഗ്രസ് ഉൾപ്പെടുന്ന UDFൻ്റെ ലേബലിൽ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. ഇത് പിടിച്ചെടുക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരം, 38 വർഷത്തെ CPMന് നേതൃത്വം കൊടുത്ത ഭരണത്തിൻ്റെ വിവിധ അസ്വസ്ഥതകൾ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ വല്ലാത്ത ഒരു രീതിയിൽ കൊണ്ട് എത്തിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവിടെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കപ്പെട്ടത്. ശ്രീ ആഷ്മിൻ ചോദിച്ചതുപോലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ 150ഓളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുകയും ഇതിൻ്റെ ചാർജുള്ള വാർഡനടക്കം ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. മാത്രമല്ല, ഈ കൊലപാതകം കൃത്യമായി മറച്ചു വെക്കുന്നതിൽ മുൻകൈ എടുത്തത് ഡീനിനെ ഇതിൽ പ്രതിയാക്കണമെന്നുള്ളത് തന്നെയാണ്. പറയാൻ കാരണം, ഡീന് SFIയുടെ ഇൻസ്റ്റാഗ്രാമിൽ SFIയുടെ വിവിധ സംഘടനാ പരിപാടികളിലെ ഫോട്ടോ അടക്കം ഇൻസ്റ്റാഗ്രാമിൽ പ്രദർശിപ്പിക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. അതേ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മുടെ പ്രിയ സഹോദരൻ്റെ മരണത്തിലും ആ മരണം ഒളിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടി ഡീൻ അടക്കമുള്ള ഈ കോളേജിലെ അധ്യാപകർ മുൻകൈ എടുത്തിരിക്കുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഈ ലൈവിൽ വരുമ്പോൾ 20 മിനിറ്റ് മുമ്പേ അതിദാരുണമായ ഈ സംഭവം നടന്നിട്ട് പോലും ഈ കോളേജ് ക്യാമ്പസിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് SFIയുടെ യോഗം ചേരുന്ന അവസ്ഥയാണുള്ളത്. ആ യോഗത്തിൻ്റെ അകത്ത് പരസ്പരം വീണ്ടും കൊലവിളി നടത്തുന്ന രീതിയിലാണ് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ ആഷ്മി, ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ അതിലൊരു സങ്കടവും വരാതെ, ആ കുറ്റബോധവും ഇല്ലാതെ വീണ്ടും ഒരു കോളേജ് കലാലയത്തിനകത്ത് വീണ്ടും SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ ഏതൊക്കെ രീതിയിലാക്കുന്നതിന് വേണ്ടി വീണ്ടും യോഗം ചേരുന്നത് ഈ കേരളത്തിലാണ്, ഈ വയനാട്ടിലാണ്, ഈ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഈ പ്രതികളെ രക്ഷിക്കാൻ ഈ കൊലപാതകത്തിന്റെ കവർപ്പ് നടത്താൻ ഡീൻ നേതൃത്വം നൽകി എന്ന് ആരോപിക്കുകയാണോ വാർഡ് മെമ്പറായ അങ്ങ്?
ജ്യോതിഷ്, ഞാൻ പറയുന്നു, ഈ മരണത്തിന്റെ ഉത്തരവാദി SFI മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഡീനുണ്ട്, ആ ഹോസ്റ്റൽ വാർഡനുണ്ട്, അവിടുത്തെ എഡ്യൂക്കേഷൻ അധ്യാപകരുണ്ട്. ഇവരൊക്കെ കൃത്യമായി അറിഞ്ഞിട്ടും 2-3 ദിവസമായി നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധാർത്ഥൻ്റെ അമ്മ അറിയാതെ വരുമ്പോഴും ഇവിടുത്തെ അധ്യാപകർ ഇത് അറിയുന്നുണ്ട് എന്നുള്ള വസ്തുത കൃത്യമായി മറച്ചു വെക്കുകയാണ് ആശ്മി. ഇത് ഒരിക്കലും അധ്യാപന വൃത്തിക്ക് യോജിച്ചതല്ല. ഇവർ ഈ കേരളത്തിൽ തന്നെ ശാപമാണ്. നമ്മുടെ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്താൻ വേണ്ടി വിവിധ രീതികളിൽ ഈ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ള വാട്ടർ ടാങ്കിൻ്റെ പ്രദേശത്ത് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഹോസ്റ്റലിൻ്റെ മുൻവശത്ത് വിവസ്ത്രനാക്കി മർദ്ദിക്കുന്നു, ബെൽറ്റ് ഊരി മർദ്ദിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് ആശ്മി പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്കകത്താണ്. ഇതൊക്കെ കൃത്യമായി അറിയുന്ന ഡീനാണ്, ഇവിടുത്തെ അധ്യാപകരാണ്. ഈ അധ്യാപകരൊക്കെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിവിധ യൂണിയനുകളായി പ്രവർത്തിക്കുന്നവരാണ്. ഇവിടുത്തെ SFI വിദ്യാർത്ഥികൾ ചെയ്യുന്ന എല്ലാ ചെയ്തികൾക്കും കൃത്യമായി വിടുപണി ചെയ്യുക എന്ന് പറയുന്ന ജോലിയാണ് അവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, അങ്ങനെ വിടുപണി ചെയ്യാനാണെങ്കിൽ കനപ്പെട്ട ശമ്പളം വാങ്ങിക്കാതെ അധ്യാപക വേഷം ഊരി എറിഞ്ഞ് വീട്ടിൽ പോ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ എത്താം. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മൃഗങ്ങളും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വെറുതെ മൃഗങ്ങളെ അധിക്ഷേപിക്കൽ എന്നുള്ളതാണ് എനിക്ക് ആ പ്രേക്ഷകനോട് പറയാനുള്ളത്. മാത്രമല്ല, ഏതെങ്കിലും മൃഗം എവിടെയെങ്കിലും ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തി അതിൻ്റെ ഇരയെ കൊന്നു തിന്നു എന്ന് കേട്ടുണ്ടോ? തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പ്രിയദർശൻ തമ്പി, ഈ കോളേജ് ഇരിക്കുന്ന ഒരു കുന്നിൻ മുകളിലാണെന്ന് അറിയാമെങ്കിൽ ആ കുന്നൊരു പാർട്ടി കുന്നാണ്. ആ കോളേജ് ഒരു SFI കോട്ടയാണ്. അവിടുത്തെ അധ്യാപകരൊക്കെ നേരത്തെ ശ്രീ ജ്യോതിഷ് കുമാർ പറയുന്നത് പോലെ, ഒരുപക്ഷെ ജ്യോതിഷ് കുമാർ ഒരു ജ്യോതിഷ് കുമാറിന് ഒരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടാവാം, പോട്ടെ. രാഷ്ട്രീയ ചായ്വിൻ്റെ ആ ഗ്രാവിറ്റി എത്രത്തോളം മാറ്റി നിർത്തിയാലും കോളേജ് അധ്യാപകർ, ഡീൻ അടക്കം ഈ പറഞ്ഞ സംഘടനയ്ക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്ന് പറയപ്പെടുന്നുണ്ട്. പാർട്ടി ഇടപെട്ടാലല്ലാതെ സിദ്ധാർത്ഥിന് നീതി കിട്ടുമെന്ന് കരുതണോ ശ്രീ പ്രിയദർശൻ തമ്പി? ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെ കരുതേണ്ട കാര്യമില്ല. കാരണം ഒരാൾ ഇപ്പോൾ അത് ക്രൂരമായി മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മരണപ്പെട്ട് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന് വളരെ വ്യക്തമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിയുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം മരിച്ചത്, കാരണം ഈ മുറിവുകളുടെ ആഘാതത്തിലാണോ അല്ലെങ്കിൽ സൂയിസൈഡ് ആണോ എന്നുള്ളത് കൃത്യമായി നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോൾ അറിയാം. അപ്പോൾ തന്നെ ഈ കേസിൽ 306 അബറ്റ്മെന്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ആണോ അല്ലെങ്കിൽ മർഡർ 302 ആണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അറിയാൻ കഴിയും. ഞാൻ ഒറ്റ കാര്യം മാത്രം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കുറ്റവാളികൾ ആരായാലും ശരി, അവരെ രാഷ്ട്രീയം മുഖം നോക്കാതെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം ഇതൊരു രാഷ്ട്രീയ കൊലപാതകവും രാഷ്ട്രീയ സംഘടനമോ ഒന്നുമല്ല. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വളരെ ക്രൂരമായി തന്നെ ഒരാളിനെ, ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ എന്തിൻ്റെ പേരിലായാലും ശരി ഇത്തരത്തിൽ ചെയ്തതിനെ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. അതിനെ അപലപിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള അഭിപ്രായം നിഷ്പക്ഷമായി ഈ കാര്യത്തെ നോക്കിക്കാണുന്ന ഒരാളെന്ന രീതിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ജ്യോതിഷ് എന്താണ് പറഞ്ഞത്? എന്താണ് കൈ കാണിച്ചത്? ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം വൈത്തിരി പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഇപ്പോൾ കേസിൽ പ്രതിയായ വിദ്യാർത്ഥികൾ രാത്രി 11:30 മണി വരെ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ CC ക്യാമറ പരിശോധിക്കാൻ വൈത്തിരി പോലീസും കൽപ്പറ്റ DYSPയും തയ്യാറായാൽ ഈ പ്രതികളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. എങ്ങനെയാണ് അതായത് കൊലപാതകം നടന്ന, അല്ല ഈ മരണം നടന്ന തലേദിവസോ? മരണം നടന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രി വൈത്തിരി പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വൈത്തിരി CI കേസ് അന്വേഷണം ഏറ്റെടുത്തപ്പോൾ ഈ പ്രദേശത്തെ ജനപ്രതി എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. സാർ, എന്താണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി? അപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്, ജ്യോതിഷെ, ഒരാൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ പറയാൻ തയ്യാറല്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ, വൈത്തിരി സ്ഥലം C എന്ന നിലക്ക് 150ഓളം വിദ്യാർത്ഥികളെ മുമ്പ് വെച്ചാണ് അതിദാരുണമായി ഈ സംഭവം നടന്നിട്ടും പോലീസ് എന്തുകൊണ്ട് അർത്ഥത്തിൽ അന്വേഷണം നടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥികളും പറയാൻ തയ്യാറല്ല എന്ന നിലക്കാണ്. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കൽപ്പറ്റ DYSPക്ക് മാറുകയും കൽപ്പറ്റ DYSP കൃത്യമായി പറയുന്നു,
SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ DYSP ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്നു രാഷ്ട്രീയപരമായി ചായ്വില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ പോലീസ് ഈ കേസ് കൃത്യമായി ഇതിൻ്റെ അകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹാഷ്മി, ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിലെ പ്രതികൾ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ദുരന്തമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ അവർക്കിട്ടിരിക്കുന്ന റാഗിംഗ് കേസാണ്. ഇവർ കൃത്യമായി കൊലക്കേസിൽ പ്രതികളാകേണ്ടവരാണ്. കൊലക്കേസ് പ്രതികളാകുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ എന്തായാലും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പ്രത്യേകിച്ചും പോലീസ് ഇതിനകത്തെടുക്കുന്ന ഏകപക്ഷീയമായ നിലപാട്. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം വൈത്തിരി CI വിദ്യാർത്ഥികളെ പേര് വിളിച്ച് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ചപ്പോൾ പ്രിയപ്പെട്ട കോളേജ് ഡീന് രക്ഷിതാക്കളെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മകനെ നിങ്ങളുടെ മകളെ വൈത്തിരി പോലീസ് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി എവിടെയൊക്കെ ബന്ധപ്പെടാൻ കഴിയുമോ അവിടെയൊക്കെ ബന്ധപ്പെടണമെന്ന രീതിയിൽ കൃത്യമായി പറയുന്ന ഡീനാണ്. അതുകൊണ്ട് ഡീനടക്കം കൊലക്കുറ്റം ചുമത്തണമെന്നാണ് പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ജനപ്രതിനിധി നിലക്ക് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നന്ദി ശ്രീ പ്രതീഷ്, നന്ദി ശ്രീ ജ്യോതിഷ് കുമാർ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതിന്. എന്തായാലും ഡീനെ അവിടെ നിന്ന് മാറ്റി നിർത്താതെ അന്വേഷണം ഏത് വഴിക്കും എത്തില്ല. അന്വേഷണ വഴിയിൽ പ്രതിയാക്കേണ്ടതുണ്ടെങ്കിൽ ഡീനെ അടിയന്തരമായി പ്രതിയാക്കണം. കാര്യം ഇതിൻ്റെ കവറപ്പിന് ഡീൻ ശ്രമിച്ചുവെന്ന് ആധികാരികമായി പറയുകയാണ് അവിടുത്തെ വാർഡ് മെമ്പർ. എന്തായാലും അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഈ വാർത്ത പുറത്തുവിട്ട ചാനൽ എന്നുള്ള നിലയ്ക്ക് ഈ അന്വേഷണത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയിൽ അതിൻ്റെ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിൽ അതിനെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കാനുള്ള മാധ്യമ ജാഗ്രത ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് അമ്മ ഷീബയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്ന ഈ ന്യൂസ് സൂപ്പർഫാസ്റ്റാണ്. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം.